നമ്മളൊരു വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗവും ഒരു വീടിൻ്റെ പണിയിൽ ആദ്യം ചിന്തിക്കുന്ന ഒരു ഘടകവും ഒരു വീടിൻ്റെ പണി തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഭാഗവും എന്ന് പറയുന്നത് ആ വീടിൻ്റെ ഫൗണ്ടേഷനാണ്. ഒരു വീടിൻ്റെ ഡിസൈൻ അനുസരിച്ച് അതിൻ്റെ ലോഡിനനുസരിച്ച് ഫൗണ്ടേഷൻ മാറിക്കൊണ്ടിരിക്കുക. ഓരോ തരത്തിലെ മണ്ണിൻ്റെ ഗതി അനുസരിച്ച് ഈ വരുന്ന ഫൗണ്ടേഷൻ്റെ ഡിസൈനിങ് വ്യത്യാസം വരുന്നതാണ്. ഒരു ഫൗണ്ടേഷൻ എന്തിനാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീടിൻ്റെ മുകളിലേക്ക് വരുന്ന സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിൻ്റെയും കട്ടയുടെയും തടിയുടെയും ടൈൽസിൻ്റെയും എല്ലാത്തിൻ്റെയും ഭാരമെന്ന് പറയുമ്പോൾ നേരെ സ്ലാബിലേക്കും സൂപ്പർ സ്ട്രക്ചറിലേക്കുമാണ് വരുന്നത്. അപ്പോൾ വീടിൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ ടോട്ടൽ വെയ്റ്റ് ഓഫ് ദ ബിൽഡിംഗ് അത് മണ്ണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ധർമ്മമാണ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ തന്നെ നമ്മളൊരു വീടിൻ്റെ കാര്യമെടുക്കുന്ന സമയത്ത് വീടിൻ്റെ ലോഡിനനുസരിച്ചിട്ടാണ് ഓരോ ഫൗണ്ടേഷൻ ഏതൊക്കെ വേണമെന്ന് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യം. ശരിക്കും ഒരു വീടിൻ്റെ രീതി, തിരുവനന്തപുരത്ത് മണ്ണിൻ്റെ രീതിയും ഘടനയൊക്കെ അനുസരിച്ച് പലതരത്തിലുള്ള ഫൗണ്ടേഷനാണ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചീപ്പായിട്ടുള്ളതും തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിരിക്കുന്നതുമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കരിങ്കല്ല് എന്ന് പറയുന്നത്. അപ്പോൾ കരിങ്കല്ല് ഉപയോഗിച്ച് കൊണ്ട് കിട്ടുന്ന ഡ്രൈ റബിൾ മേസൺറി അല്ലെങ്കിൽ റാൻഡം റബിൾ മേസൺറിയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്നതും വളരെ ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റിയതും കൂടുതൽ വൈഡായിട്ട് ചെയ്യുന്നതും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതുമായിട്ടുള്ള ഫൗണ്ടേഷൻ മെത്തേഡ്. അതായത് കരിങ്കല്ല് കൊണ്ട് DR+RRൻ്റെ വർക്കാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ചതുപ്പ് നിലങ്ങൾ, അപ്പോൾ തന്നെ മണ്ണിൻ്റെ ബലം കുറഞ്ഞ ഭാഗങ്ങൾ, അതിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി കുറഞ്ഞ ഭാഗങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഫൗണ്ടേഷനാണ് ഐസൊലേറ്റഡ് കോളം ഫുട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഓരോ കോർണറിലും ഓരോ കോളം കൊടുത്തതിന് ശേഷം ഈ കോളങ്ങൾ തമ്മിൽ പ്ലിന്ത് ബീമിൻ്റെ സഹായത്തോടെ കോളങ്ങൾ യോജിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരമുള്ള ഫൗണ്ടേഷനെയാണ് കോളം ഫുട്ടിംഗ് എന്ന് പറയുന്നത്. ഇതും വൈഡ്ലി നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫൗണ്ടേഷനാണ്. മറ്റു തരത്തിലുള്ള ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ വെൽ ഫൗണ്ടേഷൻ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നു. അതായത് വെൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ റിങ് ഇറക്കിയതിന് ശേഷം ഈ വെള്ളമുള്ള ഭാഗങ്ങളിലൊക്കെ ഒരടിയൊക്കെ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്ന ഭാഗങ്ങളിലൊക്കെ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫൗണ്ടേഷനാണ് റിങ് അഥവാ വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ. ഇതും കോളം ഫൗണ്ടേഷനും ഏകദേശം സെയിം തന്നെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ലോഡ് വരുന്ന സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന മറ്റൊരു തരം ഫൗണ്ടേഷനാണ് പൈൽ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ. ഇത് താരതമ്യേന ലോഡ് എടുക്കുന്ന ഇത് കൂടുതലും അപ്പോൾ തന്നെ ഇതിൻ്റെ കോസ്റ്റ് കൂടുതലുമാണ്. അപ്പോൾ പൈൽ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ എല്ലായിടത്തും ഉപയോഗിക്കേണ്ട ആവശ്യമല്ല. തീരെ മണ്ണിന് വളരെ കുറഞ്ഞ ബെയറിംഗ് കപ്പാസിറ്റി ഉള്ള സ്ഥലങ്ങളിലും ലോഡ് ഇൻറ്റൻസിറ്റി കൂടുതലുള്ള സ്ഥലങ്ങളിലും മാത്രമാണ് പൈൽ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത്. അത് ഹാൻഡ് റിവൻ ഇല്ലെങ്കിൽ മെഷീൻ റിവൻ പൈൽസ് ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് താരതമ്യേന ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ ഇതിന് വ്യത്യാസം വരുന്നതാണ് ഒരു 800 സ്ക്വയർ ഫീറ്റൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് സാധാരണ രീതിയിൽ ആരും ചെയ്യാറില്ല. ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുമ്പോൾ, ഇപ്പോൾ താരതമ്യേന ലോഡ് കുറഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടി വരുന്ന സമയത്ത്, ലോഡ് കുറഞ്ഞ വീടുകളിൽ ചെയ്യേണ്ടി വരുന്ന സമയത്ത് ആവശ്യമുള്ള ഫൗണ്ടേഷൻ മാത്രം ഉപയോഗിക്കുക. ചിലപ്പോൾ നമുക്ക് പൈസ കൂടുതലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സാധാരണ കരിങ്കല്ല് കിട്ടുന്നതിൻ്റെ ഫൗണ്ടേഷൻ്റെ ആവശ്യകത മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷേ അതിൽ കൂടുതൽ ബലം വേണമെന്നും പറഞ്ഞതും കൊണ്ട് നമ്മളത് കരിങ്കല്ലിൻ്റെ ഫൗണ്ടേഷന് പകരം നമ്മൾ കോളം ഫുട്ടിങ് കൊടുത്തത് കൊണ്ടോ പൈൽ ഫൗണ്ടേഷൻ കൊടുത്തതുകൊണ്ടോ വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. കാരണം കരിങ്കല്ലിന് താങ്ങാവുന്ന ലോഡ് മാത്രമേ അവിടെ ഉള്ളെങ്കിൽ അത് മാത്രം ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ് എന്ന് പറയുമ്പോൾ. സേഫ് എന്നുള്ള കാര്യങ്ങളല്ല, സാമ്പത്തികം വെച്ച് നോക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് പറയുമ്പോൾ. കാരണം ഈ നിശ്ചിത ലോഡ് വരേണ്ട സമയത്ത് അതിൽ കൂടുതൽ ഫൗണ്ടേഷൻ ചെയ്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, കുറച്ച് പൈസ പോവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നെ ഫൗണ്ടേഷൻ ഹൈറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതലും വീടുകളിൽ ചെയ്യുന്നത് ആദ്യം 3 പടിയായിരിക്കും ചെയ്യുന്നത്. 3 പടി ഇല്ലെങ്കിൽ 2 സ്റ്റെപ്പ് അകത്ത് കയറി 3 റൈസ് അകത്ത് കയറി ചെയ്യുന്ന രീതിയിലായിരിക്കും സാധാരണ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 15, 15, 15 45 സെൻറ്റിമീറ്റർ പ്ലിന്ത് ബീം ഹൈറ്റ് വരത്തക്ക രീതിയിൽ, ഇല്ലെങ്കിൽ ബേസ്മെൻറ്റിൻ്റെ ഹൈറ്റ് 45 സെൻറ്റിമീറ്റർ വരത്തക്ക രീതിയിൽ ബിൽഡിംഗ് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ തന്നെ പുറകിലത്തെ സ്റ്റെപ്പ് വരുന്ന സമയത്ത് പുറകിൽ വീഴുന്ന മഴവെള്ളം ഫ്രണ്ടിൽ ഒലിച്ചു പോകാൻ കണക്കിന് ആ രീതിയിലും കൂടി ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹൈറ്റ് ക്രമീകരിച്ച് കഴിഞ്ഞാൽ മഴവെള്ളം, അതായത് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇല്ലെങ്കിൽ ബാക്കിലേക്കായിരിക്കും മഴവെള്ളം പോകാനുള്ള വഴി നമുക്കുള്ളത്. അപ്പോൾ ഏത് ഡയറക്ഷനിലാണോ മഴ പെയ്യുമ്പോൾ വെള്ളം പോകേണ്ടത് എന്നുള്ള കാര്യം ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം വീടിൻ്റെ ഫിനിഷിങ് ചെയ്യുന്ന സമയത്ത് വീഴുന്ന മഴവെള്ളമൊക്കെ പെട്ടെന്ന് പാലിയച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് രീതിയിൽ സ്ലോപ്പ് മുൻപേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം പിന്നീട് വരുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ ഫൗണ്ടേഷൻ അടിയിലാണ് കിടക്കുന്നതെങ്കിൽ അവിടെ സ്ലോപ്പ് കുറവാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഫൗണ്ടേഷൻ കുഴിച്ച് മണ്ണ് മാറ്റുന്ന സമയത്ത് ചിലപ്പോൾ ഫൗണ്ടേഷൻ്റെ പത്തിരിപ്പ് പുറത്ത് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ പ്രത്യേകം